വീട്ടിലാരുമില്ല, വേഗം വാ. കുറച്ചു സമയം നിനക്കായി ഞാൻ ചിലവഴിക്കാം. ഒരു സർപ്രൈസും തരാം. കാമുകിയുടെ ഈ വിളി കേട്ടപ്പോൾ കിരൺ ഒരിക്കലും കരുതിയില്ല താൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന്. പ്രണയപകയുടെ ഇത്രയും ഭീകരമായ ഒരു വാർത്ത ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. അഞ്ജനാനഗറിലെ ആ വീട്ടിൽ അന്ന് നടന്നത് എന്താണ്? ആ സർപ്രൈസ് എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഒരു സ്വകാര്യ ടെലികോം സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു 27കാരനായ കിരണും പ്രേമയും. 2 വർഷമായി ഇരുവരും കടുത്ത പ്രണയത്തിലായിരുന്നു എന്നും പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രേമ കിരണിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടുകാർ ജോലിക്ക് പോയ സമയം നോക്കി പ്രേമ കിരണിനെ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ ആരുമില്ല, വന്നാൽ നിനക്ക് ഞാനൊരു വലിയ സർപ്രൈസ് തരാമെന്ന്. മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയായിരുന്ന കിരൺ തന്റെ കാമുകിയുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ടപ്പോൾ യാത്ര മാറ്റിവെച്ച് നേരെ അഞ്ജനാനഗറിലുള്ള അവളുടെ വീട്ടിലേക്കെത്തി. അവിടെ കിരണിനെ കാത്തിരുന്നത് പ്രേമയുടെ തന്ത്രപൂർവമായ നീക്കങ്ങളായിരുന്നു. വീട്ടിലെത്തിയ കിരണിനോട് പ്രേമ പറഞ്ഞു, നമുക്ക് അല്പനേരം ഒരുമിച്ച് ചെലവഴിക്കാമെന്ന്. തുടർന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന വ്യാജേന പ്രേമ കിരണിനെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. പിന്നാലെ സ്നേഹത്തോടെ ചെന്ന് യുവാവിന്റെ കൈയും കാലും പ്രേമ കെട്ടിയിട്ടു. കിരൺ ആദ്യം ഇതിനെ എതിർത്തുവെങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രേമ അവനെ വിശ്വസിപ്പിച്ചു. പൂർണ്ണമായും നിസ്സഹായനായി അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തന്റെ കാമുകി തരാൻ പോകുന്ന സർപ്രൈസിനായി കിരൺ കാത്തിരുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം പ്രേമ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പെട്രോൾ ക്യാനുമായി എത്തി. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അവൾ ആ പെട്രോൾ കിരണിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് കിരൺ തിരിച്ചറിയുന്നതിന് മുൻപേ അവൾ തീ കൊളുത്തിക്കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും ഉയർന്ന നിലവിളികളും പുകയും കണ്ട് ഓടിയെത്തിയ അയൽക്കാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ഉദ്യോഗസ്ഥരെത്തി തീയണച്ചപ്പോഴേക്കും കിരൺ ദാരുണമായി വെന്തുമരിച്ചിരുന്നു. ആദ്യം പോലീസിനോട് താൻ കുളിമുറിയിലായിരുന്നുവെന്നും കിരൺ തന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തതാണ് എന്നുമാണ് പ്രേമ മൊഴി നൽകിയത്. എന്നാൽ യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയായിരുന്നു. അവിടെയാണ് പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞ ആ ദൃശ്യം കാണുന്നത്. കൺമുന്നിൽ തന്റെ കാമുകൻ വെന്തുരുകി മരണപ്പെടുന്നത് പ്രേമ തന്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. തന്റെ വിവാഹാഭ്യർത്ഥന കിരൺ നിരസിച്ചതാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ കാരണമെന്ന് യുവതി പിന്നീട് പോലീസിന് മൊഴി നൽകി. ഒരു മനുഷ്യന് ഇത്രത്തോളം ക്രൂരയാകാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും നാട്ടുകാരുമെല്ലാം. കർണാടക സ്വദേശിയായ കിരണിന്റെ മൃതദേഹം വിക്ടോറിയ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അതേസമയം തന്നെ യുവതി ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കാത്തതും പോലീസിന് തലവേദനയായിരിക്കുകയാണ്.